ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് കാശി കാലഭൈരവ സ്വാമിയുടെ മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഗൈഡൻസ് എന്താണെന്നുള്ളതാണ്. കാശി പോയപ്പോൾ കാലഭൈരവ സ്വാമിയെ ടെമ്പിളിൽ പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളൊരു 11 മണിക്ക് പോയി 3 മണി വരെ അവിടെ നിൽക്കാൻ പറ്റി. ഭൈരവസ്വാമിയുടെ ആരതി കാണാൻ പറ്റി. അപ്പോൾ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ തളർച്ചയൊക്കെ വരും കേട്ടോ അതിനകത്ത് നിന്ന് കഴിയുമ്പം. അത്രയും ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ് കാശി കാലഭൈരവൻ്റെ അമ്പലം. അതൊരു ഗലിക്കകത്താണുള്ളത് കേട്ടോ. വളരെ ഒരു ചെറിയൊരു അമ്പലമാണ്, പക്ഷെ അത് അത്രയും പവറാണ് അവിടുത്തെ എനർജി. അപ്പോൾ നമുക്ക് നോക്കാം ഭഗവാന് കാലഭൈരവ സ്വാമിക്ക് ഈ ഒരു സമയം എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തരാൻ പറ്റുന്നതെന്ന് നോക്കാം. നോൺ ക്യാൻ ഹാം യു ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളിനും നിങ്ങളെ തകർത്ത് കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം കുറേ ആകുലതകളിൽ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷം വന്നിട്ടുണ്ടോ, ശത്രുബാധകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ശത്രുബാധ ദോഷങ്ങളുണ്ടായിരിക്കാം, നിങ്ങളുടെ കർമ്മദോഷങ്ങളുണ്ടായിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഒരാളിനും നിങ്ങളെ നശിപ്പിച്ച് കളയാൻ പറ്റൂല എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് ഈ ഒരു സമയം പറയുന്നത്. ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് ആണ്. അപ്പോൾ ചിലപ്പം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വിഷമിക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിനാണോ വിഷമിക്കുന്നത്, ചിലപ്പോൾ ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നത്തിൽ കുറേ ആകുലതകളുണ്ട്, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് അതിൽ തരാൻ പോകണമെന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല ഭഗവാൻ തരുന്നത്, അതിലപ്പുറം നല്ലൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് എന്നാണ്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അത് ശരിക്കും സുരക്ഷിതമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാവി കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറേ കുട്ടികളെക്കുറിച്ച് ആലോചിച്ച് ചിലപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു സമയമായിരിക്കാം. ചിലപ്പോൾ അനുസരണ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ കൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടോ ഒക്കെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു സമയദോഷത്തിൻ്റെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ എപ്പോഴും കുട്ടികൾ പലപ്പോഴും കാർമിക് ആകാറുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം എന്നാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല, കാരണം അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണെന്നാണ്. ഹോൾഡ് ഓൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ മുറുകെ പിടിച്ചോളാൻ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, മെഡിറ്റേറ്റ് ചെയ്യും, നാമജപങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പം വീണ്ടും നമുക്കെന്തെങ്കിലും തിരക്ക് വരുമ്പോഴോ, നമുക്കെന്തെങ്കിലും എനർജി ഇഷ്യൂ വരുമ്പോഴോ ഒക്കെ നമ്മൾ അത് വിട്ടുകളയും. കുറച്ച് ദിവസം വീണ്ടും അങ്ങനെ പോയി വീണ്ടും തുടങ്ങും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യമല്ല ചെയ്യേണ്ടത്. കൺസിസ്റ്റൻസി വേണം. നിങ്ങൾ മുറുകെ പിടിക്കാനാണ്. നിങ്ങൾ വിട്ടുകളയാതെ നിങ്ങൾ പിടിക്കുക ആദ്യം ദൈവത്തെ. ഇപ്പം തടസ്സങ്ങൾ വരുമ്പോൾ
ഭഗവാൻ അത് തീർത്ത് തരണമെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ വിചാരിക്കണത് നമ്മളെ കാര്യത്തൊക്കെ ദൈവത്തിന് അറിഞ്ഞൂടെ, അവർ എന്തുകൊണ്ടാണ് ചെയ്തു തരാത്തതെന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല ഭക്തിയിലിരിക്കുക. നമ്മൾ നല്ല ഭക്തിയിലിരിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ നോക്കണമെങ്കിൽ അങ്ങോട്ട് നോക്കിപ്പിക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നല്ല ഭക്തിയിലിരിക്കുക, മുറുകെ പിടിക്കുക, പിടിവിടരുത് എന്നുള്ളതാണ് എൻലൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോധോദയത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഫൈനലായിട്ടുള്ള ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് എൻലൈറ്റൻമെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു വഴിയല്ല. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും. ഇപ്പോൾ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് എപ്പോഴാണ്? അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു, എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചു. അപ്പോൾ അതുപോലെ അത്രയും ഒരു കഠിനമായ ഒരു യാത്ര തുടർന്നു. അതിനുശേഷമാണ് ഭഗവാന് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത്. അതുപോലെ നിങ്ങളും ഈ ഒരു ജീവിത യാത്രയിൽ ഇപ്പോൾ സുഖസൗകര്യങ്ങളൊന്നും ഉപേക്ഷിക്കണം എന്നുള്ളതല്ല ഭഗവാൻ പറയണത്. എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പതിയെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്, ആ ബോധോദയത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബോധോദയമാണ്. അപ്പോൾ അതിൽ ആ ഒരു പാതയിലാണ് എന്നാണ് ഭഗവാൻ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയുന്നത്. യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഭഗവാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കേൾക്കാൻ കുറേ സമയം എടുക്കും. നമ്മൾ കുറേ പ്രാർത്ഥിച്ച്, കുറേ കാത്തിരുന്ന്, കുറേ ജപങ്ങളൊക്കെ നടത്തി അതിനുശേഷമായിരിക്കും ഭഗവാൻ അവിടെ കേൾക്കണത്. അപ്പം ഭഗവാൻ കേൾക്കാൻ താമസം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് കുറേ അധികം കർമ്മമുണ്ട്. ആ കർമ്മം ശുദ്ധീകരിച്ചതിന് ശേഷം, ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമുക്ക് എപ്പോഴും ആ ഒരു കാര്യം സംഭവിക്കണത്. ഭഗവാൻ ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾക്ക് എനർജി വൈസിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കൂല എന്ന് മാത്രമല്ല, നമുക്ക് പ്രാർത്ഥിക്കാനും തോന്നൂല. നമ്മൾ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആകും. നമുക്ക് ചിലപ്പോൾ അതിൽ വിശ്വാസം വരില്ല, വിശ്വസിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ നിർത്തിക്കളയും. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ, നിങ്ങൾ ഈ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിങ്ങളതൊന്നും നിർത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തുടർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. റിമെയിൻ സൈലൻ്റ് ആണ്. ഇത് മെഡിറ്റേറ്റ് ചെയ്യാനാണ് ഭഗവാൻ നിങ്ങളോട് പറയണത്. അപ്പം നമ്മൾ പുറത്തുള്ള ബഹളങ്ങളൊക്കെ ഒഴിഞ്ഞ് നമ്മൾ ഒരു ദിവസത്തിൽ കുറേ സമയം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ബോധോദയം വരുന്നത്. നമ്മൾ ഈ എപ്പോഴും ബഹളങ്ങളാണ്, നമ്മളുടെ ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ട്, നമുക്ക് കുറേ അധികം കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആകേണ്ടി വരും. പക്ഷെ എന്നാലും കുറച്ച് സമയമെങ്കിലും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കണം, അത് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ സോളുമായിട്ടും ഭഗവാനുമായിട്ടും നമുക്ക് കണക്റ്റ് ആകാൻ പറ്റുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. യു ആർ ക്ലോസ് ടു ഫിനിഷിംഗ് ലൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫിനിഷിംഗ് ലൈനിലാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ഏറ്റവും നിങ്ങൾ വിജയത്തിൻ്റെ തൊട്ടടുത്താണെന്നാണ്. അപ്പം പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും പ്രയത്നിച്ചിട്ട്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ
നിങ്ങൾ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്, സക്സസിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ലൈനിലുണ്ട് എന്നാണ് ഭഗവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തിരിഞ്ഞോടേണ്ട ആവശ്യമില്ല. ദ മോർ യു ട്രസ്റ്റ് മീ ദ മോർ ഐ വിൽ അമേസ് യു എന്നാണ്. നിങ്ങൾ എത്രത്തോളം എന്നെ വിശ്വസിക്കുന്നോ അത്രത്തോളം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും മിറക്കിൾസ് ഉണ്ടാകാറുണ്ട്, പലരുടെയും ജീവിതത്തിൽ മിറക്കിൾസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ കാലഭൈരവ സ്വാമിയായിട്ടൊരു എന്തോ ഒരു കണക്ഷൻ എനിക്ക് വന്നു. എപ്പോഴും ഞാനിത് കാലഭൈരവ സ്വാമിയെക്കുറിച്ച് കേൾക്കാനിടയായി. അപ്പോൾ കൂടുതൽ മനസ്സിൽ ഞാനൊരിക്കൽ കാളഹസ്തി പോയ സമയത്ത് ഒരു 1 ഇയറിന് അതിനകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്കെന്തോ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കാലഭൈരവ സ്വാമിയായിട്ട് കണക്ട് ചെയ്ത് വീഡിയോകൾ വന്നു തുടങ്ങി, പല ആൾക്കാരും പറഞ്ഞു തുടങ്ങി. പിന്നെ എൻ്റെ നിന്ന് റീഡിങ് എടുത്ത ഒരു സാറാണ് എന്നോട് പറഞ്ഞത് കാശിയിൽ കാലഭൈരവനാണുള്ളതെന്ന്. അജിത്ത് എന്നാണ് സാറിൻ്റെ പേര്. അപ്പം അങ്ങനെ എനിക്ക് അപ്പോൾ മുതലേ എനിക്ക് വളരെ ആഗ്രഹം തോന്നി എനിക്ക് കാശിയിൽ പോകണമെന്ന്. അപ്പോൾ വേറൊരു സാറ് എൻ്റെ നിന്ന് റീഡിങ് എടുത്ത വേറൊരാളാണ്, അതും അജിത്ത് സാറാണ് ഞങ്ങൾ കാശി പോകാൻ കാരണം. അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ അടുത്ത സാറ് കാശി പോയിട്ട് വന്നിട്ടുണ്ട്, പോണത് നല്ലതാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതിനിടയാക്കിയ കുറേ ആൾക്കാരുണ്ട്, അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി. ഭഗവാനെ കാണാൻ അവിടെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ കുറേ ആൾക്കാരുടെ നിമിത്തമാണ്. അപ്പോൾ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക, നമ്മൾ എനർജൈസിൽ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നിന്നാൽ നമ്മളെ കൊണ്ടുപോയിക്കോളും അവർ. നമ്മളൊരു എഫേർട്ടും ഇല്ലെങ്കിലും നമ്മളെ ആളുകളുമായിട്ടൊന്ന് കണക്ട് ചെയ്യിച്ചോളും, നമ്മൾ കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇതാണ് ഭഗവാന് നിങ്ങളോട് ഈ ഒരു സമയം പറയാനുള്ളത്. അപ്പോൾ കാലഭൈരവ സ്വാമിയുടെ വാഹനം പട്ടിയാണ്. ഇങ്ങനെ നിറയെ നായ്ക്കുട്ടികളുണ്ട് അവിടെ. അത് ഭയങ്കര വലിപ്പം കൂടുതലാണ് കേട്ടോ അവിടെയുള്ള നായ്ക്കൾക്ക് ഭയങ്കര വലിപ്പം കൂടുതലാണ്. എപ്പോഴും ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കും. ഒത്തിരി വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ചെറിയ പശുക്കുട്ടീരെ അത്ര ഉണ്ടാവും, അങ്ങനെ ആട്ടുകുട്ടീരൊക്കെ അത്രയും ഉണ്ടാകും, അത്രയും വലുതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങളും ആഗ്രഹിക്കുക, നിങ്ങൾക്കും പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുക, ജെനുവിനായിട്ട് ആഗ്രഹിക്കുക. എനിക്ക് എവിടെ പോകണം, ഭഗവാനെ കാണണം. അത് വഴിയും സാഹചര്യങ്ങളും പിന്നാലെ വന്നോളും. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൈരവ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.